മറ്റു വാർത്തകളിലേക്ക്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മണ്ഡലത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശൂരിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയാലും ഇല്ലായെങ്കിലും സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നും വി മുരളീധരൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന് ക്രൈസ്തവ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടല്ല. തൃശൂരിലെത്തുമ്പോൾ പ്രധാനമന്ത്രി ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ കൂടിക്കാഴ്ച നടത്തുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്നും വി മുരളീധരൻ പറഞ്ഞു. ന്യൂസ് 18 Q18 കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. തൃശ്ശൂരും സ്വാഭാവികമായിട്ടും ഞങ്ങൾ ജയിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലം തന്നെയാണ്. കാരണം സുരേഷ് ഗോപി അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ജനങ്ങളുടെ ഇടയിൽ പിന്തുണയുള്ളൊരു ആളാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അവിടെ പോയി നിൽക്കുന്നത്. അതൊന്നുമില്ല. സുരേഷ് ഗോപി ജയിക്കാൻ ഇതും സഹായകരമാവും. അല്ലെങ്കിലും സുരേഷ് ഗോപി ജയിക്കും. വിനോദ് ചേരുന്ന വിവരങ്ങളുമായി. വിനോദ്, ഈ വളരെ നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ പ്രസക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണത്. കാരണം BJPയുടെ ഒരുപക്ഷെ ആദ്യമായി ഒരു ഔദ്യോഗിക പ്രഖ്യാപനം എന്ന മട്ടിൽ വരികയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് വ്യക്തമാക്കുന്നു വി മുരളീധരൻ ന്യൂസ് 18നോട്. അതൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമായി തന്നെ കരുതണ്ടേ? തീർച്ചയായും എൽദോ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ അതിൽ BJP അവരുടെ ആദ്യത്തെ സ്ഥാനാർത്ഥി അത് സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിക്കുമെന്ന കാര്യം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് സുരേഷ് ഗോപിയുടെ പേര് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനമുണ്ടായാലും അല്ലെങ്കിലും സുരേഷ് ഗോപി അവിടെ വിജയിക്കും എന്ന് പറയുമ്പോൾ ഉറപ്പായും സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. മാത്രവുമല്ല, അടുത്തിടെ ചില ആശയക്കുഴപ്പങ്ങൾ ഉയർന്നു വന്നിരുന്നു. നടൻ ദേവൻ തൃശ്ശൂർ സ്വദേശിയാണ്. അദ്ദേഹത്തെ BJPയുടെ ഉപാധ്യക്ഷനാക്കിക്കൊണ്ട് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ദേവനും ഈ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം തൃശ്ശൂർ സ്വദേശി ആയതുകൊണ്ട് തന്നെ അദ്ദേഹവും അവിടെ താല്പര്യം കാണിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം, ആ മണ്ഡലം അല്ലെങ്കിൽ മറ്റൊരു മണ്ഡലം, ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ഒരു ആഗ്രഹം ഒരുപക്ഷെ ദേവനുണ്ടാകും. ആ തരത്തിലുള്ള ചർച്ചകളും ഉയർന്നു വന്നിരുന്നു. ആ ഒരു ആശയക്കുഴപ്പം കൂടി ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മുരളീധരൻ്റെ കൃത്യമായ വാക്കുകൾ. സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കും. മാത്രവുമല്ല, ക്രൈസ്തവ വോട്ടുകൾ അത് പാർട്ടിയോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിശക്തമായി തന്നെ BJP കൊണ്ടുപോകുന്നുണ്ട്. അതായത് അങ്ങനെ ഒരു വോട്ട് ബാങ്ക് കൂടി ലക്ഷ്യം വയ്ക്കുന്നു. BJPയുടെ പരമ്പരാഗത വോട്ടുകൾ, സുരേഷ് ഗോപിയുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നൽകുന്ന വോട്ടുകൾ, ഇതിന് പുറമെ ക്രൈസ്തവ വോട്ടുകൾ, അത് വളരെ കാര്യമായി തന്നെ BJPയുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന നിലയ്ക്ക് തന്നെയാണ്. കാരണം ഈ ക്രിസ്മസ് സമയത്തൊക്കെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ക്രൈസ്തവ ദേവാലയങ്ങളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തികളുടെ വീടുകളോ ഒക്കെയും സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ നിലയ്ക്ക് ക്രൈസ്തവ മേഖലയെ പാർട്ടിയോട് അടുപ്പിക്കുക, അങ്ങനെ ഇവിടെ വിജയിക്കാനുള്ള ഒരു സാധ്യത, വോട്ട് വിഹിതം ക്രമാനുഗതമായി BJPക്ക് വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. വോട്ട് ബാങ്കുകൾ ഒപ്പം ചേർന്നാൽ മാത്രമേ വിജയം എന്നതിലേക്ക് അടുക്കാൻ കഴിയൂ. അവിടെയാണ് ഈ ഹൈന്ദവ വോട്ടുകൾ, BJP വോട്ടുകൾ, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നൽകുന്ന വോട്ടുകൾ, അതിനപ്പുറത്തേക്ക് ക്രൈസ്തവ മേഖലയെ കൂടി ലക്ഷ്യം വെച്ചുള്ള അവരുടെ നീക്കം. പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വരുമ്പോൾ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അത് PMO ആണ് തീരുമാനിക്കേണ്ടത്. ഏതായിരുന്നാലും ചില കൂടിക്കാഴ്ചകൾ ഉണ്ടാകുമെന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഏതായിരുന്നാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പാർട്ടി അദ്ദേഹത്തിന് കൃത്യമായ പരിഗണന നൽകുന്നുണ്ട്. അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോയി പിന്നീട് കൊൽക്കത്ത ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ അദ്ദേഹത്തെ നിയമിച്ചിട്ടുണ്ട്. ഇതിന് പുറമെയാണ് തൃശ്ശൂരിൽ മത്സരിക്കാനുള്ള അവസരം കൂടി ഒരുങ്ങുന്നത്. സുരേഷ് ഗോപിയാകട്ടെ കുറേ വർഷങ്ങളായി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം തൃശ്ശൂർ എടുക്കുമെന്ന അദ്ദേഹത്തിൻ്റെ വലിയ ഒരു പ്രസ്താവനയൊക്കെ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും അതിനുശേഷവും അദ്ദേഹം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തന്നെ അതിശക്തമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. അവിടെ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന കാര്യം വി മുരളീധരൻ കൃത്യമായി പറയുകയും ചെയ്യുന്നു. എൽദോ, വിനോദ്, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJPയുടെ ഒരു സ്റ്റാർ മണ്ഡലമായി തൃശ്ശൂരാണ് പ്രധാന പരിഗണനയിലുള്ളത് എന്നുള്ള സൂചന കൂടിയില്ലേ അതിപ്പോൾ തിരുവനന്തപുരത്തേക്കാൾ ഉപരിയായി തൃശ്ശൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാധ്യത മുന്നിൽ കാണണം? തീർച്ചയായും അവർ A+ മണ്ഡലങ്ങളായി കാണുന്നതിൽ ഒന്ന് തന്നെയാണ് തൃശ്ശൂർ. തിരുവനന്തപുരമുണ്ട്. നമുക്ക് തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്നത് തന്നെ ആദ്യമായി ഉറപ്പിക്കുന്നു. 20 മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ കൂടി സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുമെന്ന കാര്യം അപർണയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ വി മുരളീധരൻ വ്യക്തമാക്കുകയാണ്. തിരുവനന്തപുരത്തും സജീവമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ പരിഗണിക്കുന്നതിൽ പാർട്ടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിർമ്മലാ സീതാരാമൻ്റെ പേര് വളരെ സജീവമായി
സ്ഥാനാർത്ഥിയുമായി പരിഗണിക്കുന്നുണ്ട്. ജയശങ്കർ ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ പല പേരുകളുണ്ട്. കൃഷ്ണകുമാറിൻ്റെ പേരുണ്ട്. ഏതായിരുന്നാലും നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് മത്സരിച്ചേക്കും. തമിഴ്നാട് സ്വദേശിയാണ്, മധുര സ്വദേശിയാണ്. നേരത്തെ കേരളത്തിൽ വരികയും യോക്കിയുടെ സമയത്ത് തീരദേശത്ത് വന്ന് ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്ത ആളാണ്. ഭാഷയുടെ വലിയ പ്രശ്നം, മലയാളം അറിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നിർമ്മല സീതാരാമന് തീരദേശ വോട്ടുകൾ, മറ്റ് സ്ത്രീ വോട്ടുകൾ, അത്തരത്തിൽ അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ വോട്ടുകൾ, അങ്ങനെയൊക്കെയും പല പരിഗണന കൊണ്ട് മാത്രവുമല്ല 2 തവണ പ്രതിരോധ മന്ത്രി, ധനകാര്യമന്ത്രി ഈ നിലയ്ക്ക് അവരുടെ പ്രവർത്തനം കാഴ്ചവെച്ച ആളുകൂടിയാണ്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പേരായി തിരുവനന്തപുരത്ത് നിർമ്മല സീതാരാമനെ പരിഗണിക്കുന്നുണ്ട്. മറ്റ് പേരുകളുമുണ്ട്. ഏതായിരുന്നാലും സുരേഷ് ഗോപിയുടെ കാര്യം വി മുരളീധരൻ തന്നെ ഉറപ്പിച്ച് പറയുകയാണ്. എൽദോ, അപ്പോൾ ഒരു സംശയം, ചില ആശങ്കകളും സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഈ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തൃശ്ശൂരിൽ. ഇപ്പോൾ വി മുരളീധരൻ അങ്ങനെ പറയുന്നുവെങ്കിൽ പോലും ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു മനസ്സിലിരിപ്പ് അവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഉണ്ടോ എന്നുള്ളതാണ്. വി മുരളീധരൻ പറഞ്ഞാൽ പിന്നെ സംസ്ഥാന നേതൃത്വത്തിൽ മറ്റൊരു അഭിപ്രായം ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വി മുരളീധരനും ഒരുമിച്ച് ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വി മുരളീധരൻ പറഞ്ഞാൽ പിന്നെ അതിനകത്ത് മറിച്ചൊരു അഭിപ്രായം വരേണ്ട കാര്യമില്ല. ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ വാക്കുകളായി തന്നെ അതിനെ കാണണം. മാത്രവുമല്ല, സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ സുരേന്ദ്രനും നേരത്തെ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. അതായത് അദ്ദേഹം ഈ ചലച്ചിത്ര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പോകുമ്പോൾ ചില പ്രശ്നങ്ങൾ വരും. അദ്ദേഹത്തിന് സാങ്കേതികമായി പിന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ചില ചർച്ചകളൊക്കെ വന്നിരുന്നു. പക്ഷേ അതൊന്നും കാര്യമില്ല. സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുമെന്ന സൂചന കൃത്യമായി കെ സുരേന്ദ്രൻ ആ സമയത്ത് തന്നെ നൽകിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം ഇപ്പോൾ വി മുരളീധരൻ്റെ വാക്കുകളെയും കാണാം. അദ്ദേഹം പറയുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കും എന്ന് തന്നെയാണ്. അവിടെ ക്രൈസ്തവരുമായി ഉള്ള ബന്ധം അത് പാർട്ടി ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയാണ്. സുരേഷ് ഗോപി വർഷങ്ങളായി നടത്തുന്ന, അത് താഴെത്തട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചേർന്ന് നിന്ന് അദ്ദേഹത്തിൻ്റെ രീതിയിൽ നടത്തുന്ന കാരുണ്യ പ്രവർത്തികളുണ്ട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തികളുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി മിഷണറി കൂടി ഒന്നുകൂടി ശക്തമായി പ്രവർത്തിച്ച് അവിടെ വോട്ടുറപ്പിക്കുക എന്ന ഒരു നിലയിലേക്ക് പോവുകയാണ്. അങ്ങനെ തന്നെയാണ് ഈ സന്ദർശനങ്ങളെയൊക്കെയും കാണേണ്ടതും. പ്രധാനമന്ത്രിയുടെ വരവ് പോലും, തൃശ്ശൂർ ഉള്ള അദ്ദേഹത്തിൻ്റെ വരവ് പോലും അത് ഒന്നുകൂടി ഈ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായിരിക്കുമെന്നതും ഉറപ്പാണ്. എൽദോ, ഒപ്പം തന്നെ വിനോദ്, തൃശ്ശൂരിൽ ഈ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ്. അവിടെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്നുള്ളതൊന്നും വ്യക്തത വരുത്തുന്നില്ല എങ്കിൽ പോലും പ്രധാനമന്ത്രിയുടെ വരവ്, അവിടുത്തെ റോഡ് ഷോ, ഇതൊക്കെ ഈ ഇത്തരത്തിൽ ഒരു സുരേഷ് ഗോപിക്ക് പരമാവധി സാധ്യത കൽപ്പിക്കുക എന്നുള്ള മട്ടിൽ തന്നെ കാണണം. പക്ഷെ അപ്പോഴും കഴിഞ്ഞ തവണത്തെ ഒരു ഫലം, സുരേഷ് ഗോപി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാണ് അവിടെ പ്രചാരണം നടത്തിയത്. വലിയ എന്താ പറയുക, ആ മണ്ഡലത്തെ ഇളക്കി മറിക്കുന്ന മട്ടിൽ തന്നെ സുരേഷ് ഗോപി കാര്യങ്ങൾ ഡീൽ ചെയ്തു. പക്ഷേ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അപ്പോൾ അത് തൃശ്ശൂർ ഒരു A+ മണ്ഡലമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടോ BJPയുടെ നേതൃത്വത്തിന്? കാര്യങ്ങൾ മാറും എന്ന് തന്നെയാണ് BJP നേതൃത്വം കരുതുന്നത്. കാരണം ഇപ്പോൾ TN പ്രതാപന് ഏതാണ്ട് 1,00,000 മുകളിലാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം. അത് കുറച്ചു കൊണ്ടുവന്ന് വിജയിക്കുക എന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. മാത്രവുമല്ല, CPIയുടെ സ്ഥാനാർത്ഥി അവിടെ വി സുനിൽകുമാർ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന ചില സൂചനകളുമുണ്ട്. ഏതായിരുന്നാലും നല്ല മത്സരമായിരിക്കും തൃശ്ശൂരിൽ നടക്കുക എന്നത് ഉറപ്പാണ്. വിജയിക്കാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം BJP ക്യാമ്പ് പുലർത്തുന്നുണ്ട്. സുരേഷ് ഗോപിക്കും ആ ഒരു തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളിലും അദ്ദേഹം അത് പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രവർത്തനം അതിശക്തമായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ കൊണ്ടുപോകുന്നു. സുരേഷ് ഗോപി മത്സരിക്കുമെന്ന കാര്യം വി മുരളീധരൻ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അതായത് അതിനകത്ത് ഇനി ഒരു ആശയക്കുഴപ്പത്തിൻ്റെ കാര്യമില്ല. സുരേഷ് ഗോപി ആണോ അല്ലെങ്കിൽ ഘടകകക്ഷി VDJS ഒക്കെ. വിനോദ്, ഒരു നിമിഷം തുടരുക. ഇപ്പോൾ CPI നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള VS സുനിൽകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുനിൽകുമാർ, സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പിക്കുകയാണ്, പ്രഖ്യാപിക്കുകയായിരുന്നു വി മുരളീധരൻ ന്യൂസ് 18ന്റെ അഭിമുഖത്തിൽ Q18-ൽ. എന്താണ് താങ്കൾ കരുതുന്നത്? സുരേഷ് ഗോപി വരുന്നതോടുകൂടി ആ മണ്ഡലത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് അംഗം അത് മുറുകുമെന്നുള്ള തോന്നലുണ്ടോ താങ്കൾക്ക്? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ. അതിലിപ്പോ എന്താ പ്രത്യേകത? BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആകുന്നതിനുള്ളതാണ് പ്രശ്നം. BJPയുടെ സ്ഥാനാർത്ഥി കേവലം ഒരു BJP നേതാവിനപ്പുറം ആ മണ്ഡലത്തിൽ ഇപ്പോൾ പതിവായി നിലനിൽക്കുന്ന സുരേഷ് ഗോപി ഒരു ഗ്ലാമർ, ഒപ്പം തന്നെ വലിയ ആഴത്തിൽ ആ മണ്ഡലത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് സുരേഷ് ഗോപി എന്നുള്ളത് പ്രസക്തമല്ലേ? അല്ല, ഞാന് അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ളവരാണ്. ഇടതുപക്ഷ പാർട്ടി വ്യക്തികളല്ലല്ലോ.
ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും വ്യക്തികൾക്കൊക്കെ തന്നെ വളരെ ആഴത്തിൽ ബന്ധമുള്ള ആളുകളൊക്കെ എല്ലാ പാർട്ടികളിലും ഉണ്ട്. ആരെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അതായത് തൃശ്ശൂർ മണ്ഡലത്തില് ഇടതുപക്ഷ മുന്നണിക്കും UDF-നും BJP-ക്കും സ്ഥാനാർത്ഥി ഉണ്ടാവും. അത് ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും അവിടെ നടക്കുന്നത് രാഷ്ട്രീയ പോരാട്ടമായിരിക്കും. ആ രാഷ്ട്രീയ പോരാട്ടത്തില് തീർച്ചയായിട്ടും ഓരോ മുന്നണിയും അവർ ജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും എന്നല്ലാതെ ഇന്ന ആളാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ടൊരു ചർച്ച ചെയ്യുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആര് സ്ഥാനാർത്ഥിയായിട്ട് വരട്ടെ, അതൊക്കെ അവരുടെ മുന്നണി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്, അവരുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഏത് സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള അധികാരവും അവകാശവും ഓരോ മുന്നണികൾക്കുമുണ്ട്. അവരുടെ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളും ആ മത്സരത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രാഷ്ട്രീയ പോരാട്ടം മറ്റെല്ലാ മണ്ഡലങ്ങളും നടക്കുന്ന പോലെ തൃശ്ശൂർ മണ്ഡലത്തിൽ നടക്കും. അല്ലാതെ തൃശ്ശൂരിന് മാത്രമായി എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശ്രീ സുനിൽകുമാർ, ശരിയാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഈ സുരേഷ് ഗോപിക്ക് അദ്ദേഹം പേറുന്ന ഒരു താരപരിവേഷമുണ്ടല്ലോ, ഈ താരപരിവേഷം അത് ഈ മണ്ഡലത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ള തോന്നലുണ്ടോ? അല്ല, നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ ചർച്ചയിലൂടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മളിപ്പോ ചർച്ച നടത്തുന്നത്? ഒരിക്കലും അല്ല. അത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നപ്പോൾ താങ്കൾ പ്രതികരണം തേടിയെന്ന് മാത്രം. തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തെ പറ്റി ചർച്ച ചെയ്യാലോ നമുക്ക്. നിങ്ങൾ എന്താണ് അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. എല്ലാ പാർട്ടിക്കും സ്ഥാനാർത്ഥി ഉണ്ടാവില്ലേ? ഒരു സ്ഥാനാർത്ഥിയെ പറ്റി മാത്രം നമുക്ക് ചർച്ച ചെയ്യുന്നതിനാണ്. അതിൽ ശ്രീ സുനിൽകുമാർ, ഈ നമ്മുടെ അഭിമുഖത്തിൽ വി മുരളീധരൻ പറഞ്ഞൊരു കാര്യം അത് ഉറപ്പിച്ചു പറയുകയാണ്. കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായിട്ടുള്ള ഒരു BJP നേതാവായിട്ടുള്ള വി മുരളീധരൻ തറപ്പിച്ചു പറയുന്നു ഒരു വോട്ടിന് അല്ലെങ്കിൽ ജയിക്കും സുരേഷ് ഗോപി അവിടെ എന്നുള്ളത്. അതാണ് അതിലെ രാഷ്ട്രീയം. അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി മത്സരിക്കുന്നവർ ഞങ്ങൾ പരാജയപ്പെടാനാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥി മത്സരിക്കാറുണ്ടോ? അങ്ങനെ അങ്ങനെ പറയുന്നു എന്ന് കരുതി അതങ്ങനെ പറയുന്നത് ശരിയല്ലാന്നോ? അത് ശരിയാണെന്നോ നമ്മൾ പറയേണ്ട കാര്യം എന്താണ്? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് മത്സരിക്കുമ്പോൾ ഞങ്ങൾ ജയിക്കില്ല എന്ന് പറഞ്ഞ് മത്സരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതിന്റെ പേരിൽ നമ്മൾ ചർച്ച നടത്തേണ്ട കാര്യമുണ്ടോ? അല്ല, അതിൽ ഒരു തരത്തിലും അപ്പോൾ ഒരു സ്റ്റാർ വാല്യൂ എന്നുള്ള ഘടകം അവിടെ തൃശ്ശൂരിൽ ഏൽക്കില്ല, അത്രയല്ലേ ഉള്ളൂ. അതിലിപ്പോ നമ്മള് ജനങ്ങളാണല്ലോ ഇതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മള് ജനങ്ങളുടെ തീരുമാനത്തെ നമ്മൾ ഇപ്പൊ തന്നെ മുൻകൂട്ടി പ്രവചിക്കേണ്ട കാര്യമുണ്ടോ? അതൊരു പട്ടിക മാത്രം ചർച്ച നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ലെന്ന് പറയേണ്ട. ഇതുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ വി എസ് സുനിൽകുമാർ പ്രതികരിച്ച. എന്നാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്, ജനങ്ങൾ തന്നെ വിധി എഴുതട്ടെ കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനോദ്, ഇപ്പോൾ ശ്രീ സുനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ ജനങ്ങൾ നിർണ്ണയിക്കട്ടെ, തീരുമാനിക്കട്ടെ. ഈ താരപരിവേഷം എന്നുള്ളതൊന്നും അത് ജനങ്ങളല്ലേ നിശ്ചയിക്കേണ്ടത് എന്നുള്ളതാണ്. ഈ സുരേഷ് ഗോപി ഇത്ര നാൾ അവിടെ പ്രവർത്തനം നടത്തുന്നു, ആ മണ്ഡലത്തിൽ സജീവമായി നിൽക്കുന്നു എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ യാതൊരു തരത്തിലും LDF-നോ UDF-നോ ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നില്ല. എൽദോ, ഇപ്പോൾ തന്നെ UDF-ന് 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലമാണ്. അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു വലിയ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ സുനിൽകുമാർ പറഞ്ഞതുപോലെ തന്നെ 3 സ്ഥാനാർത്ഥികൾ വരേണ്ടതുണ്ട്. രാഷ്ട്രീയമായി തന്നെ രാഷ്ട്രീയം പറഞ്ഞ് കളം നിറയുന്ന സാഹചര്യം ഉണ്ടാകും. അവിടെ ആർക്കെങ്കിലും ഒരു ഈസി വാക്ക് ഓവർ എന്നത് നമുക്ക് ഇപ്പോഴേ പറയാൻ കഴിയില്ല. കാരണം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായിരിക്കും തൃശ്ശൂർ എന്ന കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഏതായിരുന്നാലും സുനിൽകുമാർ പറഞ്ഞതുപോലെ തന്നെ ഈ താരപരിവേഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിപ്രഭാവം, അതിനൊക്കെ അപ്പുറത്തേക്ക് ജനങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്യും എന്നത് തന്നെയാണ്. രാഷ്ട്രീയത്തിനാണ് എല്ലാ കാലവും ഏത് രാഷ്ട്രീയമാണ് ശരി എന്ന് നോക്കി കൂടിയാണല്ലോ. വ്യക്തിപ്രഭാവം ഉണ്ട്, ഇല്ല എന്നല്ല. നമുക്കറിയാം തിരുവനന്തപുരത്ത് ശശി തരൂരിൻ്റെ വ്യക്തിപ്രഭാവം. അദ്ദേഹം ഒരുപക്ഷെ ആദ്യം മത്സരിക്കാൻ വരുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരനോ ദീർഘകാലം കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച് രാഷ്ട്രീയം തെളിയിച്ച ആളോ ഒന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല മറ്റൊന്നായിരുന്നു. ആളുകൾക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. ആ തരത്തിൽ സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടുമോ ഇല്ലയോ എന്നത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നൊരു കാര്യമല്ല. പക്ഷേ വിജയിക്കാൻ വേണ്ടി അവരുടെ പരിശ്രമം നടത്തുന്നുണ്ട്. സുരേഷ് ഗോപി തന്നെ വർഷങ്ങളായി തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കാരുണ്യ പ്രവർത്തനം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് തൃശ്ശൂരിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സംഭവങ്ങളിലായി സുരേഷ് ഗോപി ഇടപെട്ടിട്ടുണ്ട്, പലരെയും സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം സിനിമയിലും പുറത്തുമൊക്കെയും ഒരു ചാരിറ്റി ചെയ്യുന്ന ആൾ കൂടിയാണ്.
അദ്ദേഹത്തിൻ്റെ കൃത്യമായ രാഷ്ട്രീയം ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്. പാർട്ടിയാകട്ടെ അദ്ദേഹത്തിന് കൃത്യമായ പരിഗണന പല ഘട്ടങ്ങളിലായി നൽകുകയും ചെയ്തു. ഇപ്പോൾ സുരേഷ് ഗോപി വരുമ്പോൾ പാർട്ടി ഘടകത്തിലെ കേരളത്തിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും നേതാക്കളുടെ ശോഭ കെട്ടുപോകുമോ, ആ തരത്തിൽ സുരേഷ് ഗോപിയെ ഒതുക്കുന്നു എന്ന തരത്തിലൊക്കെ നേരത്തെ ചില പരാതികളും ചർച്ചകളും ഒക്കെയും വന്നിരുന്നു. പക്ഷേ അതെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് പരിപൂർണമായ പിന്തുണ നൽകിക്കൊണ്ട് വി മുരളീധരനും കെ സുരേന്ദ്രനും രംഗത്തെത്തുന്നു. അതായത് സുരേഷ് ഗോപി കൂടുതൽ വളർന്നാൽ ഇവർക്ക് ആകും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക എന്ന തരത്തിലൊക്കെയാണ് പ്രചരണം ഉണ്ടായത്. പക്ഷേ ഈ രണ്ട് നേതാക്കളും തന്നെ ഇപ്പോൾ മുൻനിരയിലേക്ക് വന്ന് സുരേഷ് ഗോപി തന്നെ തൃശ്ശൂരിൽ മത്സരിക്കും, അദ്ദേഹത്തിന് വേണ്ടിയുള്ള പാർട്ടി മിഷനറി കൂടി വളരെ നല്ല നിലയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതായത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നതയില്ല, മറിച്ച് ഇനി ജനങ്ങളെ നേരിടുകയും ആ കൃത്യമായ രാഷ്ട്രീയം പറയുകയും ഒരു വോട്ടിനെങ്കിലും വി മുരളീധരൻ പറഞ്ഞതുപോലെ വിജയിക്കുകയും എന്നതാണ് BJPയെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം. പക്ഷേ VS സുനിൽകുമാർ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. 3 പ്രധാനപ്പെട്ട മുന്നണികൾക്കും സ്ഥാനാർത്ഥികളുണ്ടാകും. കൃത്യമായ ഒരു ത്രികോണ മത്സരം തൃശ്ശൂരിൽ നടക്കുകയും ചെയ്യും, അത് ഉറപ്പാണ്. എൽദോ. ശരി വിനോദ്, തുടരുക. നമുക്ക് എന്തായാലും ചെറിയൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ വാർത്തയിലേക്ക് മടങ്ങിയെത്താം. ഇടവേള. ന്യൂസ് ലൈവ് തുടരുകയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു വി മുരളീധരൻ News 18 Q18 നടത്തിയത്. വി മുരളീധരന്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിലേക്ക് ഒരിക്കൽ കൂടി. തൃശ്ശൂരും സ്വാഭാവികമായിട്ടും ഞങ്ങൾ ജയിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലം തന്നെയാണ്. കാരണം സുരേഷ് ഗോപി അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ജനങ്ങളുടെ ഇടയിൽ പിന്തുണയുള്ളൊരു ആളാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അവിടെ പോയി നിൽക്കുന്നത്. അതൊന്നുമില്ല. സുരേഷ് ഗോപി ജയിക്കാൻ ഇതും സഹായകരമാകും. അല്ലെങ്കിലും സുരേഷ് ഗോപി ജയിക്കും. BJP നേതാവ് വി ഗോപാലകൃഷ്ണൻ ടെലിഫോണിൽ ചേരുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ തൃശ്ശൂർ അത് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായി BJP കരുതുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ഒപ്പം വി മുരളീധരന്റെ വാക്കുകളിൽ നിന്നും അതൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമായി തന്നെ കണക്കാക്കുകയും ചെയ്യുന്നു. ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രകടനം അനുസരിച്ച് നോക്കുമ്പോൾ അവിടെ 3ാം സ്ഥാനത്തായി പോയിരുന്നു. നേട്ടമുണ്ടാക്കി വോട്ടുകളുടെ എണ്ണത്തിൽ നിന്നുള്ളത് ശരി തന്നെ. പക്ഷെ അപ്പോഴും തൃശ്ശൂർ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഇത്ര ഉറപ്പ് എവിടെ നിന്നിലും? ഒന്നാമത്തെ കാര്യം, ഈ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് കേന്ദ്ര പാർലമെന്ററി ബോർഡാണ്. ഇപ്പൊ കേന്ദ്ര പാർലമെന്ററി ബോർഡിന്റെ ഡിസിഷൻ വന്നതിന് ശേഷമേ നമുക്ക് ആരാണ് സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിക്കാൻ കഴിയൂ. അപ്പൊ അതുകൊണ്ട് ഇന്ന ആളാണ് സ്ഥാനാർത്ഥി എന്ന കൺഫർമേഷൻ പറയാനായിട്ട് എനിക്ക് കഴിയില്ല. ഒന്ന്. രണ്ടാമത്, സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി എന്ന്, അല്ലെങ്കിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥി ആവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ആളുകൾ. കാരണം ഞങ്ങളുടെ പ്രവർത്തനം സുരേഷ് ഗോപി ഈ പ്രാവശ്യം തൃശ്ശൂരിൽ മത്സരിച്ചാൽ തീർച്ചയായിട്ടും അത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന്, ആ മുന്നേറ്റം BJPക്ക് വിജയകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുമെന്നും സുരേഷ് ഗോപി വിജയിക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് കേവലം ഒരു സീറ്റിൽ മാത്രമല്ല, സുരേഷ് ഗോപിയുടെ വിജയം മറ്റു പല മണ്ഡലങ്ങളെയും തീർച്ചയായിട്ടും സ്വാധീനിക്കാൻ സാഹചര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിന്റെ 10 ദിവസം മുമ്പ് മാത്രമാണ് തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ എത്തിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിൽ പ്രചരണം സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, അന്ന് തുടക്കത്തിലുള്ള ആദ്യത്തെ വരവായതുകൊണ്ട് തന്നെ കേവലം കുറച്ചു ദിവസങ്ങൾ മാത്രം പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വലിയ പാരമ്പര്യത്തിന്റെ ഉടമയല്ലാത്തതുകൊണ്ട് വേണ്ടത്ര ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി അവരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്രാവശ്യം കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അദ്ദേഹം വളരെ മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്ത് ഞാൻ മത്സരിച്ച ഒരു പാർലമെന്റ് മണ്ഡലമാണ്. അതുകൊണ്ട് ഞാൻ മത്സരിച്ച മണ്ഡലത്തിൽ ഞാൻ ചില സേവന പ്രവർത്തനങ്ങൾ, ചില സഹായ പ്രവർത്തനങ്ങൾ, ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിലവിൽ വിജയിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ പരാജയപ്പെട്ട സുരേഷ് ഗോപി തന്റെ MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്തു. ഉദാഹരണത്തിന് തൃശ്ശൂർ കോർപ്പറേഷനിലെ മേയർ അതെടുത്തു പറഞ്ഞു, ഇവിടെ ജയിച്ച MP കാണാനില്ല, അതേസമയത്ത് സുരേഷ് ഗോപി തൃശ്ശൂർ കോർപ്പറേഷന് വേണ്ടി ഏറെ സഹായം ചെയ്തു എന്ന് അദ്ദേഹം പരസ്യമായി സംസാരിച്ചല്ലോ. അത് വലിയ വാർത്തയുമായിരുന്നു. അപ്പൊ അത് കേവലം ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ മാത്രമല്ല,
ഏതാണ്ട് പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷനിൽ ഒക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് MP ഫണ്ട് കുറെ ഇവിടെ വിനിയോഗിച്ചിട്ടുണ്ട്. ഇനി MP ഫണ്ടിനപ്പുറത്ത് അദ്ദേഹം വ്യക്തിപരമായിട്ട് ഒരുപക്ഷെ ഒരു സിനിമാ നടനും ചെയ്യാത്ത രീതിയിൽ തന്റെ വ്യക്തിപരമായിട്ടുള്ള നിക്ഷേപത്തിൽ നിന്ന്, വരുമാനത്തിൽ നിന്ന് അദ്ദേഹം ഒരു വിഹിതം ആളുകളെ സഹായിക്കാൻ, കേരളത്തിലുടനീളം ആളുകളെ സഹായിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അങ്ങനെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ നന്മയുടെ ഒരു പ്രതീകമാണ്, സേവനത്തിന്റെ ഒരു പ്രതീകമാണ്. ഒരു സ്ഥാനാർത്ഥി എന്നതിനേക്കാൾ കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പൊ അങ്ങനെ ഒരാളല്ലേ ജയിക്കേണ്ടത് എന്ന ഒരു ചർച്ച സ്വാഭാവികമായിട്ടും തൃശ്ശൂരിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന്റെ വളരെ മുമ്പ് തന്നെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം അത് സാധൂകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായിട്ടും ഞങ്ങൾ നേരത്തെ തയ്യാറെടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് സംഘടനാപരമായിട്ടുള്ള തയ്യാറെടുപ്പ്, മറുഭാഗത്ത് സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു യൂഫോറിക് അന്തരീക്ഷം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, യൂഫോറിയ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമത് സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി മാത്രമേ ഇനിയും അധികാരത്തിൽ 3ാം തവണയും വരികയുള്ളൂ എന്ന ഒരു തോന്നൽ ഇപ്പൊ തന്നെ ആളുകളുടെ ഇടയിലുണ്ട്. അത് കോൺഗ്രസ് നേതാക്കന്മാരുടേത്. ആരാണ് അടുത്ത പ്രധാനമന്ത്രി വെച്ചാൽ ശശി തരൂർ പറഞ്ഞല്ലേ, നരേന്ദ്രമോദിയാണ്. അപ്പൊ നരേന്ദ്രമോദിക്ക് ബദൽ നരേന്ദ്രമോദി മാത്രമാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി വരുമോ എന്ന തെറ്റിദ്ധരിച്ചിരുന്നു ആളുകൾ. അപ്പൊ ഈ 3 ഘടകങ്ങൾ ഏറെ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഒരു സംശയം അതിലുള്ള, അതായത് BJPക്ക് ഏതാണ്ട് 1,91,000 വോട്ടുകളുടെ വർധനമുണ്ടായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ, അല്ലേ? എൻ്റെ ഏതാണ്ട് അനുമാനം ശരിയാണെങ്കിൽ. പക്ഷേ അതേ സമയത്ത് തന്നെ UDF സ്ഥാനാർത്ഥിയായ TN പ്രതാപനേക്കാൾ 1,21,000 വോട്ടിന് പിന്നിലായിരുന്നു സുരേഷ് ഗോപി. അപ്പോൾ ഇത്രമാത്രം വോട്ടുകളുടെ വ്യത്യാസം നിലനിൽക്കെ, അത്രയും വോട്ട് വർധന ലഭിച്ചിട്ടും അത്രയും വലിയ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥിക്ക് നിലനിൽക്കെ, ഏതാണ്ട് 1,00,000-ലേറെ വോട്ടുകൾ ഇനിയും ലഭിച്ചാൽ മാത്രമല്ലേ BJPക്ക് അത്തരം ഒരു സാധ്യത നിലനിൽക്കുകയുള്ളൂ തൃശ്ശൂരിൽ? ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് കാലത്തിന്റെ വർത്തമാനമാണ്, കാലത്തിന്റെ സ്വാധീനമാണ്. രാഷ്ട്രീയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയമാണ് ഈ പ്രാവശ്യത്തെ രാഷ്ട്രീയം എന്ന് പറയാൻ സാധിക്കില്ല. രാഷ്ട്രീയം കാലത്തിൻ്റെതാണ്, കാലഘട്ടത്തിൻ്റെതാണ്. കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച അതേ വോട്ടിംഗ് പാറ്റേൺ ഇപ്രാവശ്യം സംഭവിക്കണമെന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം 11 ലക്ഷമായിരുന്നു വോട്ട്, ഇപ്രാവശ്യം അത് 13-14 ലക്ഷം വോട്ടായി മാറാനുള്ള സാഹചര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 78% വോട്ട് ചെയ്തത്, ഇപ്രാവശ്യം 85% വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് നോക്കാൻ സാധിക്കില്ല. അതിലൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഞാൻ 3 ഘടകങ്ങൾ പറഞ്ഞല്ലോ, ഈ 3 ഘടകങ്ങൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ന്യൂനപക്ഷ മേഖലയിൽ നിന്നുള്ള വോട്ട് ഞങ്ങളിൽ വളരെ കുറവേ ലഭിച്ചിട്ടുള്ളൂ. ന്യൂനപക്ഷ മേഖലയിൽ ഇപ്രാവശ്യം BJPക്ക് വളരെ കൂടുതൽ വോട്ട് കിട്ടാനുള്ള സ്വാധീനമുണ്ട്, സാഹചര്യമുണ്ട്. ഒന്ന്, ഈ ട്രിപ്പിൾ തലാഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ വലിയ മാറ്റമുണ്ട്. അത് പ്രകടമാക്കാൻ മുസ്ലിം സ്ത്രീകൾക്ക് കഴിയില്ല. അത് വളരെ വളരെ പ്രകടമായി അത് രംഗത്ത് വന്നാൽ അവരുടെ വീടുകളിലൊക്കെ വലിയ പ്രശ്നമുണ്ടാവും. അവരുടെ ഒരു സംഘടിതമായിട്ടുള്ള ഒരു മതമായതുകൊണ്ട് അവരുടെ പുരോഹിത വർഗം അതിനെ എതിർക്കും. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരം സ്ത്രീകൾ പ്രകടമാക്കാറില്ല. പക്ഷെ അത് വോട്ടിൽ പ്രകടമാകും, കാരണം അത് ആരും അറിയാതെ ചെയ്യുന്നതാണ്. രണ്ടാമത്തത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ക്രൈസ്തവ മേഖലയിൽ വളരെയേറെ സ്വാധീനം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായിട്ടുള്ള സഹകരണം ക്രൈസ്തവ സമൂഹത്തിൽ BJP ആണ് ഒരു ഓൾട്ടർനേറ്റീവ്. പ്രത്യേകിച്ച് മുസ്ലിം ഫണ്ടമെന്റലിസം, മുസ്ലിം വർഗീയത എന്ന് പറയുന്ന അർത്ഥമില്ല, മുസ്ലിം ഭീകരത വളരെ ശക്തമായി നിലനിൽക്കുന്ന സമയത്ത് അതിനെ ഇല്ലാതാക്കാൻ, അതിനെ തടയാൻ BJPക്ക് കഴിയും. ലോകം മുഴുവനും മുസ്ലിം ഭീകരത വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ലോകത്ത് മുസ്ലിം ഭീകരത ഏറ്റവും കൂടുതൽ ആഞ്ഞടിക്കുന്നത് ക്രൈസ്തവർക്കെതിരെയാണ്. ക്രൈസ്തവ രാജ്യങ്ങൾ, ക്രൈസ്തവ രാഷ്ട്രങ്ങൾ മുസ്ലിം രാജ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മുസ്ലിം ഭീകരത ലോകത്ത് ക്രൈസ്തവർക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ അതിനെ ശക്തമായി ചെറുക്കുന്ന ഒരേ ഒരു ലീഡർഷിപ്പ്, ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം BJP ആണ്. അപ്പൊ അതുകൊണ്ട് ഓർഗാനിക്കായിട്ട് വാസ്തവത്തിൽ സർഗാത്മകമായിട്ടുള്ള ഒരു ചിന്ത ക്രൈസ്തവ സമൂഹത്തിലുണ്ടെങ്കിൽ അത് BJPക്ക് അനുകൂലമാവും.
ശരി, ശ്രീ ബി ഗോപാലകൃഷ്ണനാണ് പ്രതികരിച്ചത്. ഉറച്ച പ്രതീക്ഷയിലാണ് BJP എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള വി മുരളീധരന്റെ പരാമർശം അവിടെ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്യാം. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ വിനോദിലേക്ക് വീണ്ടും. വിനോദ്, ഇപ്പോൾ ബി ഗോപാലകൃഷ്ണനോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലൊന്നും അത് ഈ വോട്ടുകളുടെ കണക്കാണ്. ഈ വോട്ടുകൾ ഏതാണ്ട് 1,21,000-ലേറെ വ്യത്യാസമുണ്ടായിരുന്നു സുരേഷ് ഗോപിയും TN പ്രതാപനും ജയിച്ച സ്ഥാനാർത്ഥിയും തമ്മിൽ. സുരേഷ് ഗോപി രാജാജിയും തമ്മിലുള്ള വ്യത്യാസം അത് ചെറുതായിരുന്നു എങ്കിൽ പോലും. പക്ഷെ അപ്പോഴും BJP കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞു പോയത്. അത് കേവലം 17 ദിവസത്തെ മാത്രം പ്രചാരണം കൊണ്ട് സുരേഷ് ഗോപി ആ മണ്ഡലത്തെ ഇളക്കി മറിച്ചു. വാക്കുകൾ കൊണ്ട് അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ, താരപരിവേഷം എല്ലാം ചേർന്നിരുന്നു. ഒപ്പം തന്നെ ശബരിമല എന്നുള്ളൊരു നിർണായക ഘടകം ഉണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ. അത്രമാത്രം ഈ അനുകൂല സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഇത്ര വലിയ ഒരു ഭൂരിപക്ഷത്തിൽ TN പ്രതാപൻ ജയിച്ചുവെങ്കിൽ എങ്ങനെ അതൊരു A+ മണ്ഡലമായി കണക്കാക്കും BJP നേതൃത്വം? എൽദോ, നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ വോട്ടെന്ന് പറയുന്നത് സ്വിങ്ങാണ്. അത് കൂട്ടത്തോടു കൂടി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ ഒരു അനിശ്ചിതത്വവും അതുതന്നെയാണ്. ആര് വിജയിക്കും, ആർക്ക് കൂടുതൽ ജനപിന്തുണ കിട്ടും. LDFും UDFും മാറി മാറി കേരളം ഭരിച്ച ചരിത്രമാണ് നമുക്കുള്ളത്. ഇപ്പോഴത്തെ ഈ തുടർ വിജയങ്ങൾക്ക് മുൻപ് പോലും രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുന്നത് എത്രയോ കാലം കോൺഗ്രസ്. വിനോദ്, ഒരു നിമിഷം നമുക്ക് തുടരാം. അതിനു മുമ്പ് അനിൽ അക്കര ചേരുന്നുണ്ട്, കോൺഗ്രസ് നേതാവ്. ശ്രീ അനിൽ അക്കര, ഈ സുരേഷ് ഗോപി അവിടെ വരുന്നു എന്നുള്ളത്, അദ്ദേഹത്തിന്റെ താരപരിവേഷമൊക്കെ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കണ്ടു. ഈ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ BJPക്ക് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതയാണ് എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അല്ല, ഇവിടെ സുരേഷ് ഗോപിയുടെ മത്സരത്തെ ഞങ്ങൾ കാണുന്നത് 2ാം സ്ഥാനത്തിനും 3ാം സ്ഥാനത്തിനും വേണ്ടിയുള്ള മത്സരമാണ്. അത് വെള്ളി വേണോ വെങ്കലം വേണോ എന്നുള്ളത് CPM-ഉം BJPയും തീരുമാനിക്കേണ്ട കാര്യമാണ്. 1ാം സ്ഥാനത്തിന് ഇവിടെ മത്സരമൊന്നുമില്ല. കാരണം ഇവിടെ സുരേഷ് ഗോപി പാർലമെന്റ് ഇലക്ഷൻ മത്സരിച്ചു, നിങ്ങളെന്ന് എല്ലാവരും കണ്ടതാണ്. അന്ന് അദ്ദേഹം തൃശൂർ അസംബ്ലി മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തായിരുന്നു. അതിനുശേഷം അതിനേക്കാൾ ചെറിയ മണ്ഡലമായ തൃശ്ശൂര് അസംബ്ലി മണ്ഡലത്തിൽ, പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞതിന് ശേഷം അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ചു. അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ സുരേഷ് ഗോപി 3ാം സ്ഥാനത്താണ് വന്നത്. അപ്പൊ അദ്ദേഹം ആദ്യം മത്സരിച്ച ഇമ്പാക്ട് പോലും 2ാമത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ 3ാമത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രത്യേകതയൊന്നുമില്ല. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിക്കാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും ഞങ്ങളുടെ ഷുവർ സീറ്റുകൾ ഒന്നാണ്. TN പ്രതാപനാണ് മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളുടെ രാജകുമാരനാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സുരേഷ് ഗോപി അല്ല മോഡി മത്സരിച്ചാലും നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അല്ല, പക്ഷേ അവിടെ ഒരു പ്രശ്നം, ഈ സുരേഷ് ഗോപി ഇപ്പോൾ ഇത്രയും നാളുകളായി തോൽവിയൊക്കെ ശരി തന്നെ. പക്ഷെ അതിനുമപ്പുറം ഈ ദിവസങ്ങളിൽ വളരെ സജീവമായ മണ്ഡലത്തിൽ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വളരെ സജീവമായി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് അന്നത്തെ പോലെ ഒരു പെട്ടെന്ന് വന്ന സ്ഥാനാർത്ഥിയല്ല ഇക്കുറി സുരേഷ് ഗോപി. അല്ല, എങ്ങനെ സുരേഷ് ഗോപി പെട്ടെന്ന് വന്ന സ്ഥാനാർത്ഥിയാവുന്നത്? ഞാൻ സൂചിപ്പിച്ചല്ലോ, സുരേഷ് ഗോപി പാർലമെന്റ് ഇലക്ഷൻ മത്സരിച്ചല്ലോ. അതിനുശേഷമാണല്ലോ അസംബ്ലി ഇലക്ഷൻ നടന്നത്. അല്ല, പാർലമെന്റും അസംബ്ലിയും രണ്ട് രാഷ്ട്രീയമാണല്ലോ, രണ്ട് തരത്തിലാണല്ലോ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ അസംബ്ലി മണ്ഡലം നമുക്ക് മാറ്റിവെക്കാം, ആ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേവലം 17 ദിവസമാണ് സുരേഷ് ഗോപി ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ പ്രചാരണം നടത്തിയത്. ആ ഒരു സാഹചര്യത്തിലാണ് പറഞ്ഞത്. അല്ലല്ല, നിങ്ങൾ അതങ്ങനെ മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യമില്ല. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് മത്സരിച്ച സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ അന്ന് 2ാം സ്ഥാനമായിരുന്നു. പിന്നെ തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ അത് ചെറിയൊരു മണ്ഡലമാണ്. അവിടെ മത്സരിച്ചപ്പോൾ സുരേഷ് ഗോപി 3ാം സ്ഥാനത്താണ് വന്നത്. പിന്നെ നിങ്ങൾ തൃശ്ശൂർ പാർലമെന്റിന്റെ ഒരു ചരിത്രവും അതുപോലെ തന്നെ തൃശ്ശൂർ പാർലമെന്റിനെ കുറിച്ച് പഠിക്കാത്തതുകൊണ്ടാണ്. തൃശ്ശൂർ പാർലമെന്റിനകത്ത് ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ UDF LDF സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വ്യത്യാസം കേവലം 5000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് വരാൻ പോകുന്നത്. കാരണം ഇവിടെ ആകെ വോട്ട് ചെയ്യാൻ പോകുന്നത് ആകെ 1 ലക്ഷം വോട്ടുകൾ മാത്രമാണ് തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലുള്ളത്. അതിനപ്പുറത്ത് ബാക്കി വരുന്ന 6 അസംബ്ലി മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളുടെ എണ്ണം 2 ലക്ഷത്തിന്റെ അടുത്ത് വരും. സ്വാഭാവികമായും 2 ലക്ഷത്തിന്റെ അടുത്ത് വരും. ആ 2 ലക്ഷവും 1 ലക്ഷം തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. സുരേഷ് ഗോപിക്ക് ആ മണ്ഡലങ്ങളിലൊക്കെ ശരാശരി കിട്ടാൻ പോകുന്നത് 30,000 35,000 വോട്ടാണ്. LDF UDF സ്ഥാനാർത്ഥികൾക്ക് 65,000 80,000 വോട്ടിന്റെ വ്യത്യാസമാണ് ആ വോട്ടാണ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായി ഒരു സാധ്യതയും ഞങ്ങൾ തൃശ്ശൂരിന്റെ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന ആളുകളാണ്, തൃശ്ശൂരിന്റെ മണലിൽ ചവിട്ടി നിൽക്കുന്ന ആളുകളാണ്, തൃശ്ശൂരിന്റെ വായു ശ്വസിക്കുന്ന ആളുകളാണ്, തൃശ്ശൂരിലെ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. ഞങ്ങളെ ഈ രാഷ്ട്രീയം പറഞ്ഞ് മനസ്സിലാക്കേണ്ട യാതൊരു കാര്യമില്ല. BJPക്ക് ഒരു സാധ്യതയും ഇല്ലാത്ത കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഒന്നായി തൃശ്ശൂർ മാറും. ഓക്കെ, വളരെ വ്യക്തമാണ് അനിലക്കര പറഞ്ഞത്. എന്നാലും ഒരു തരത്തിലും BJPക്ക് A+ മണ്ഡലമായി കണക്കാക്കേണ്ട സാഹചര്യവും സാധ്യതയും ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. മറ്റു വാർത്തകളിലേക്ക് എത്താം.